എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഗുണനക്രിയയും ഹരണക്രിയയും ഉപയോഗപ്പെടുത്തി ചെയ്യാനുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഒരു പേപ്പറും പേനയും നിങ്ങളുടെ മുന്നിൽ വെക്കണം. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ആദ്യം നിങ്ങൾ സ്വന്തമായി ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കണം. എന്നിട്ട് മാത്രം നമ്മുടെ ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം: കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കിയ സോപ്പുകൾ ഒരു പെട്ടിയിൽ 2 എണ്ണം വീതവും 3 എണ്ണം വീതവും 5 എണ്ണം വീതവും 6 എണ്ണം വീതവും തുല്യമായി നിറയ്ക്കാൻ കഴിയുമെങ്കിൽ അവരുണ്ടാക്കിയ സോപ്പുകളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം എത്രയായിരിക്കും? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? കുടുംബശ്രീ യൂണിറ്റ് നിശ്ചിത എണ്ണം സോപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എണ്ണം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് എന്ത് ചെയ്യാം? ആ മുഴുവൻ സോപ്പുകളെയും ഓരോ പെട്ടിയിലും 2 എണ്ണം ഉൾപ്പെടുത്തിയിട്ട് പാക്ക് ചെയ്യാം. എങ്ങനെ? ഒരു ബോക്സ് എടുക്കുന്നു, അതിൽ 2 സോപ്പുകൾ, ഇങ്ങനെ 2 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി ഈ മുഴുവൻ സോപ്പുകളെ മാറ്റാൻ സാധിക്കും. ഇനി അതേപോലെ 2 എണ്ണം കൂടാതെ ഇനി 3 എണ്ണം മാത്രം, 2 അല്ല, എത്രയാണ് പാക്ക് ചെയ്യുന്നത്? 3 സോപ്പുകൾ ഒരു പെട്ടിയിലായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 3 എണ്ണം വരുന്ന പാക്കറ്റുകളായിട്ട് ചെയ്യാം. ഇനി അതുകൂടാതെയോ 5 എണ്ണം വരുന്ന പാക്കറ്റുകൾ, വലിയ പാക്കിൽ 5 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കാൻ സാധിക്കും. അതുകൂടാതെ 6 എണ്ണം വീതമുള്ള പാക്കറ്റുകളും ആക്കാൻ സാധിക്കും. അപ്പോൾ മുഴുവൻ സോപ്പുകളെയും ഈ വ്യത്യസ്ത രീതിയിൽ പാക്കറ്റുകളാക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവരുണ്ടാക്കിയ സോപ്പുകളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംഖ്യ എത്രയായിരിക്കണമെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കാദ്യം 2 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കുകയാണെങ്കിൽ എത്ര സോപ്പുകളൊക്കെ ഉത്തരമായി വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. 2 എണ്ണം നമ്മൾ ഒരു പാക്കറ്റ് ആണെങ്കിൽ എത്രയാണ് ആകെ സോപ്പുകളുടെ എണ്ണം? 2 ആണ്. ഇനി 2 എണ്ണം വീതമുള്ള 2 പാക്കറ്റുകളാണെങ്കിൽ ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? 4. അങ്ങനെ 3 ആണെങ്കിൽ 6, 8, 10, 12, 14, 16, 18, 20. ഇങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് പോകാം. നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇനി 3 എണ്ണം വീതമുള്ള പാക്കറ്റുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പാക്കറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ 3 എണ്ണം, 2 ഉണ്ടെങ്കിൽ 6, വീണ്ടും ഉണ്ടെങ്കിൽ 9, 12, 15, 18, 21, 24. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്ര എഴുതുന്നു. ഇനിയും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം എഴുതി ചേർക്കാം. അപ്പോൾ ഇവിടെയൊക്കെ എഴുതിയത് എന്താണ്? 2 എണ്ണമുള്ള പാക്കറ്റുകളാക്കുമ്പോൾ 2ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യകളാണ് എഴുതിയത്. 3 എണ്ണമുള്ളത് എഴുതുമ്പോൾ എന്താണ്? 3ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യകൾ എഴുതി. ഇനി നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? 5ഉം വേണം, 6ഉം വേണം. അപ്പോൾ 5ൻ്റെത് എഴുതാം. 5, 10, 15, 20, 25, 30. ഇനി നമുക്ക് 6ൻ്റെത് എഴുതാം. 6, 12, 18, 24, 30. ഓക്കെ, അപ്പോൾ ഇതും ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. തൽക്കാലം നമ്മൾ കുറച്ചെണ്ണം എഴുതി. ഇനി നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. കാരണം 2ൻ്റെ പാക്കറ്റും ആക്കണം, അപ്പോൾ എത്ര എണ്ണമായിരിക്കണം? 3ൻ്റെ പാക്കറ്റും ആക്കണം, 5ൻ്റെ പാക്കറ്റും ആക്കാൻ സാധിക്കും, 6ൻ്റെതും ആക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയി വരുന്ന സംഖ്യ വേണം നമ്മൾ കണ്ടെത്താൻ. ഇവിടെ 2 ഉണ്ട്, മറ്റേതെങ്കിലും 2 ഉണ്ടോ? ഇല്ല, 2 അല്ല. ഇവിടെ 4 ഉണ്ട്, മറ്റുള്ളതിൽ 3ൻ്റെതിൽ 4 വരുന്നില്ല. 6 ഉണ്ട്, 3ൽ 6 വരുന്നുണ്ട്, പക്ഷേ 5ൽ 6 വരുന്നില്ല. അപ്പോൾ അത് പോട്ടെ. 8 ഉണ്ട്, പക്ഷേ 3ൻ്റെ ഗുണിതങ്ങളിൽ 8 ഇല്ല, അത് പോട്ടെ. 10 ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്, പക്ഷേ 3ലും 6ലും വരുന്നില്ല, അതും പോട്ടെ. 12 ഇവിടെയുണ്ട്, 12 ഇവിടെയുണ്ട്, 12 ഇവിടെയുണ്ട്, പക്ഷേ 5ൻ്റെ കൂട്ടങ്ങളിൽ 12 ഇല്ല. അപ്പോൾ 12ഉം പറ്റില്ല. കാരണം 12 എണ്ണമാണെങ്കിൽ നമുക്ക് 2 എണ്ണമുള്ള പാക്കറ്റുകളാക്കാം. 2 എണ്ണമുള്ള എത്ര പാക്കറ്റാക്കാം? 1, 2, 3, 4, 5, 6 പാക്കറ്റുകളാക്കാം. ഇനി 3ൻ്റെ പാക്കറ്റും ആക്കാം അല്ലേ? 1, 2, 3, 4, 3 എണ്ണം വീതമുള്ള പാക്കറ്റാക്കാം. 6ൻ്റെതിൽ 2 പാക്കറ്റാക്കാം, പക്ഷെ 5ൽ പറ്റില്ല. അപ്പോൾ 12 വേണം. 14 ആണെങ്കിലോ? 14 വരുന്നില്ല. 16 16ഉം വരുന്നില്ല. 18 ഇവിടെയുണ്ട്, 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 പക്ഷേ 5ൽ വരുന്നില്ല. അപ്പോൾ 18ഉം അല്ല. 20 ആണെങ്കിലോ? 20ഉം അല്ല. അപ്പോൾ നമ്മൾ കൂടുതൽ സംഖ്യകൾ എഴുതേണ്ടിയിരിക്കുന്നു. 22, 24, 26, 28, 30. 3ൻ്റെത് കൂട്ടി എഴുതാം. 27,
30, 33 എന്നിങ്ങനെ പറഞ്ഞ് മുകളിലേക്ക് പോകും അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് 22 ഉണ്ടോ? 22 3ൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല. 24 3-ൽ വരുന്നുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ 5ൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല, അതും പോട്ടെ. 26 ആണെങ്കിലോ വരുന്നില്ല. 28 അതുമില്ല. 30 ആണെങ്കിലോ 30 2ൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. 15 പാക്കറ്റുകളാക്കിയാൽ നമുക്ക് 30 കിട്ടും. ഓക്കെ. 3ൻ്റെ കൂട്ടത്തിലും വരുന്നുണ്ട്. 10 പാക്കറ്റുകളാക്കിയാൽ നമുക്ക് 30 കിട്ടും. ഇവിടെയോ 5ൻ്റെ പാക്കറ്റിലും വരുന്നുണ്ട്. 6 പാക്കറ്റുകളാക്കിയാൽ 30 കിട്ടും. 6ൻ്റെ പാക്കറ്റിൽ 5 പാക്കറ്റുകളാക്കിയാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയി വരുന്നത് ഏതാണ്? 30 സോപ്പുകൾ ഏറ്റവും കുറഞ്ഞതുണ്ടെങ്കിൽ 2 എണ്ണം വീതമുള്ള പാക്കറ്റുകൾ മുഴുവനായിട്ടാക്കാം. അപ്പോൾ എത്ര പാക്കറ്റ് കിട്ടും? 15 പാക്കറ്റുകൾ. ഇനി 3 എണ്ണം വീതമുള്ള പാക്കറ്റുകൾ മുഴുവനായിട്ടാക്കാം. എത്ര എണ്ണം കിട്ടും? 3 എണ്ണം വീതമുള്ള 10 പാക്കറ്റുകൾ കിട്ടും. ഇനി 5 എണ്ണം വീതമുള്ള പാക്കറ്റുകൾ മുഴുവനായിട്ടാക്കാം. എത്ര എണ്ണം കിട്ടും? 6 പാക്കറ്റുകൾ കിട്ടും. ഇനി 6 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി എത്ര പാക്കറ്റ് കിട്ടും? 5 എണ്ണം കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? 30 നമുക്കവിടെ 30-നെ ടിക്കിട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പിലുള്ള ചോദ്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യം. അനു വാങ്ങിയ ഒരു കളിപ്പാട്ടത്തിലെ പച്ച ലൈറ്റ് ഓരോ 4 സെക്കൻഡ് കൂടുമ്പോഴും കത്തും. ചുവന്ന ലൈറ്റ് ഓരോ 6 സെക്കൻഡ് കൂടുമ്പോഴാണ് കത്തുന്നത്. കളിപ്പാട്ടം സ്വിച്ച് ഓൺ ചെയ്താൽ എത്രാമത്തെ സെക്കൻഡിലാണ് ഈ 2 ലൈറ്റുകളും ആദ്യമായി ഒരുമിച്ച് കത്തുക? അപ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ എഴുതി വെക്കാം. പച്ച ലൈറ്റ് എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് കത്തുന്നത്? 4 സെക്കൻഡ് കൂടുമ്പോൾ. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, കളിപ്പാട്ടം ഓൺ ചെയ്താൽ ആദ്യം കത്തുക എത്രാമത്തെ സെക്കൻഡിലാണ്? 4ാമത്തെ സെക്കൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴാണ് കത്തുക? 8ാമത്തെ സെക്കൻഡ്. പിന്നെയോ 12, 16, 20, 24 എന്നിങ്ങനെ 4ൻ്റെ ഗുണിതമുള്ള സംഖ്യകളായിട്ട് വരുന്ന സമയങ്ങളിൽ, സെക്കൻഡുകളിലാണ് കത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത ചോദ്യം അതേ രീതിയിലുള്ള ചോദ്യമാണ്, പക്ഷേ 2 രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ. ഇനി അടുത്തത് ചുവന്ന ലൈറ്റ് എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് കത്തുന്നത്? 6 സെക്കൻഡാണ്. അപ്പോൾ നമ്മുടെ കളിപ്പാട്ടം ഓൺ ചെയ്ത് 6ാമത്തെ സെക്കൻഡിൽ ആദ്യം കത്തും. പിന്നെയോ 12ാമത്തെ സെക്കൻഡ്, പിന്നെ 18, പിന്നെയോ 24, പിന്നീട് 30. ഇങ്ങനെ 6 സെക്കൻഡ് ഇടവിട്ട് ഇതും കത്തും. അപ്പോൾ കളിപ്പാട്ടം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ സെക്കൻഡിലാണ് ഈ 2 ലൈറ്റുകൾ ആദ്യമായിട്ട് ഒരുമിച്ച് കത്തുക? 4ാമത്തെ സെക്കൻഡിൽ കത്തുമോ? ഇല്ല, കത്തില്ല. 8-ൽ കത്തുമോ? കത്തില്ല. കാരണം ചുവപ്പിൽ 8ാമത്തെ സെക്കൻഡ് കത്തുന്നുണ്ടോ? ഇല്ല. 6 കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ? 12 ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 12-ൽ കത്തും. ഇവിടെയോ 12-ൽ കത്തും. അപ്പോൾ എത്രാമത്തെ സെക്കൻഡിലാണ് ആദ്യമായിട്ട് കത്തുന്നത്? 12ാമത്തെ സെക്കൻഡിൽ കത്തുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കാം. 16 കത്തുന്നുണ്ടോ? ഇവിടെ 16-ല്ല, 18 ഉള്ളൂ. 18 മുകളിലില്ല. 20-ൽ കത്തുന്നുണ്ട്, താഴെയോ? ഇല്ല. ചുവപ്പ് 18-ൽ അല്ല 20-ൽ ഇല്ല. 24-ൽ യെസ്, 24-ലുണ്ട്, മുകളിലും 24-ലുണ്ട്. അപ്പോൾ രണ്ടാമത് എപ്പോഴാണ് ഒരുമിച്ച് കത്തുന്നത്? ഈ 24ാമത്തെ സെക്കൻഡിലാണ്. അതുകൊണ്ടാണ് ചോദ്യം എങ്ങനെ ചോദിച്ചത്? ആദ്യമായി ഒരുമിച്ച് കത്തുന്ന സമയം ചോദിച്ചു. ആദ്യമായി കത്തുന്നത് ഏതാണ്? 12 സെക്കൻഡാണ്. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിലും ഇത്തരത്തിൽ പിന്നീട് ഒരുമിച്ച് വരുന്ന സംഖ്യകൾ കുറേ ഉണ്ടാകും. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഏറ്റവും ആദ്യം കത്തുന്നതാണ്. അത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ അതും നമ്മളവിടെ ചെയ്തു. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. 37 നോട്ടുകൾ 5 കുട്ടികൾക്കായി വിധിച്ചു. മീനുവിന് മറ്റുള്ളവരെക്കാൾ 2 നോട്ടുകൾ അധികം ലഭിച്ചു. ബാക്കിയുള്ള 4 പേർക്കും തുല്യ എണ്ണം നോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ മീനുവിന് എത്ര നോട്ടുകൾ ലഭിച്ചു? ഓക്കെ. ആകെ എത്ര നോട്ടുകളാണുള്ളത്? 37 നോട്ടുകളുണ്ട് അല്ലേ? അപ്പം മീനുവിന് മറ്റുള്ളവരെക്കാൾ എത്ര എണ്ണം അധികം ലഭിച്ചു? മീനുവിന് എല്ലാവർക്കും ലഭിച്ച ഒരു എണ്ണമുണ്ട്, അതിനേക്കാൾ 2 എണ്ണം അധികം ലഭിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആകെയുള്ള എണ്ണത്തിൽ നിന്ന് ആ അധികം ലഭിച്ചതിനെ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആ അധികമുള്ളത് ഒഴിവാക്കി. അപ്പോൾ എല്ലാവർക്കും തുല്യ എണ്ണമാകും. 5 പേരാണ്, മീനും അടക്കം 5 കുട്ടികളാണുള്ളത്. 5 കുട്ടികൾക്ക് ഇപ്പോൾ തുല്യമായിട്ടുള്ള എണ്ണമായിരിക്കും. അപ്പോൾ ഈ 35-നെ നമുക്ക് എങ്ങനെ 5 കുട്ടികൾക്ക് തുല്യമായി വീതിക്കാൻ സാധിക്കും? നമുക്ക് 35-നെ 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം കിട്ടും അല്ലേ? എത്രയാണ് കിട്ടുക? 7 7 5 35. അപ്പോൾ 35-നെ 5 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടും? 7. പക്ഷെ അതാണോ നമ്മുടെ ഉത്തരം? ചോദ്യം എന്താണ്? മീനുവിന് എത്ര നോട്ടുകൾ ലഭിച്ചു?
എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ 2 എണ്ണം അധികം മീനുവിന് ലഭിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ മീനുവിന് എത്ര ലഭിച്ചു? 7ഉം 2ഉം 9 എണ്ണമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ചോദ്യം. ഒരു ഇറേസറിൻ്റെ ഇരട്ടി വിലയാണ് പെൻസിലിന്. പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക്. 6 പേനയ്ക്ക് 120 രൂപയാണെങ്കിൽ ഒരു ഇറേസറിൻ്റെ വില എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചു പോകാം. ഇറേസറിൻ്റെ വിലയുടെ ഇരട്ടിയാണ് എന്തിൻ്റെ വില? പെൻസിലിൻ്റെ വില. ആ പെൻസിലിൻ്റെ വിലയുടെ ഇരട്ടിയാണ് പേനയുടെ വില. പേനയുടെ വില കണ്ടെത്താൻ നമുക്കവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? 6 പേനയ്ക്ക് 120 രൂപയാണ്. 6 പേനയ്ക്ക് 120 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്രയാണെന്ന് നമുക്കെങ്ങനെ കണ്ടെത്താം? ഈ 120നെ 6 കൊണ്ട് ഹരിച്ചാൽ പോരെ? 6 എണ്ണത്തിന് 120 ആണ്. ഒന്നിൻ്റെ വില കണ്ടെത്താൻ നമ്മൾ 120നെ 6 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് വേണമെങ്കിൽ ഹരിച്ച് നോക്കാം. 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. പിന്നെ നമ്മൾ 0 ചേർത്തു. അപ്പോൾ എത്രയാണ്? 20 രൂപയാണ് ഒരു പേനയുടെ വില. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. പെൻസിലിൻ്റെ ഇരട്ടിയായിരുന്നു പേന. അപ്പോൾ പേനയുടെ പകുതിയല്ലേ പെൻസിലിൻ്റെ വില? അപ്പോൾ 20ൻ്റെ പകുതി എത്രയാണ്? 10. ഇതാണ് ഒരു പെൻസിലിൻ്റെ വില. ഇനി ഇറേസറിൻ്റെ വിലയുടെ ഇരട്ടിയായിരുന്നു പെൻസിലിൻ്റെ വില. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണം? പെൻസിലിൻ്റെ വിലയുടെ പകുതി കണ്ടെത്തണം. പെൻസിലിന് 10 രൂപയാണെങ്കിൽ ഇറേസറിന് എത്ര രൂപയായിരിക്കും? 5 രൂപയായിരിക്കും. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ വന്ന വഴി കണ്ടില്ലേ? നമ്മൾ ആ ഒരു പാറ്റേൺ അവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. എന്നിട്ട് ആ വഴി നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് ഇറേസറിൻ്റെ വില കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു പെട്ടിയിൽ 10 പെൻസിലുകൾ വീതമുള്ള 4 പാക്കറ്റുകൾ ഉണ്ട്. ഇവ 5 കുട്ടികൾക്ക് തുല്യമായി വീതിച്ച് നൽകിയാൽ ഒരാൾക്ക് എത്ര എണ്ണം ലഭിക്കും? അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര പെൻസിലാണുള്ളത്? 10 പെൻസിലുണ്ട്. അത്തരത്തിൽ എത്ര പാക്കറ്റുകളുണ്ട്? 4 പാക്കറ്റുകൾ. അപ്പോൾ ആകെ എത്ര പെൻസിലുകളായി? 40 പെൻസിലുകളായി. ഇതിനെ എന്ത് ചെയ്യണം? 5 കുട്ടികൾക്ക് തുല്യമായി വീതിച്ച് നൽകണം. അപ്പോൾ തുല്യമായി വീതിക്കാനുള്ള ക്രിയ എന്താണ്? ആകെയുള്ളതിന് എത്ര ഭാഗമാണോ ആക്കേണ്ടത് അത്രയും എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 5 കുട്ടികൾക്കാണ് വീതിച്ച് നൽകേണ്ടത്. അപ്പോൾ എത്ര എണ്ണം കിട്ടും? 40 ഹരിക്കണം 5, 8 ലഭിക്കും. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 8 എണ്ണമാണ് ഒരു കുട്ടിക്ക് ലഭിക്കുക. നമുക്കിവിടെ ടിക്കിടാം. ഓപ്ഷൻ എ 8 എണ്ണം. ഓക്കെ, 6ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന 4 അക്ക സംഖ്യ 9ൻ്റെ ഗുണിതമാണ് എങ്കിൽ വിട്ടുപോയ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള അക്കം ഏതാണ്? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 അക്ക സംഖ്യ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അക്കം അവിടെ നൽകിയിട്ടില്ല. അത് ഏത് അക്കമാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? 9ൻ്റെ ഗുണിതമായിരിക്കും ഈ സംഖ്യ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ വിട്ടുപോയ ഭാഗത്തുള്ള സംഖ്യ കണ്ടെത്താൻ. 9ൻ്റെ ഗുണിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? 9ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യകളുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് ലഭിക്കും? 9ഓ അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യയോ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉദാഹരണമായിട്ട് നോക്കാം. ഇവിടെ ഏതൊക്കെയാണുള്ളത്? 3, 1, പിന്നെ നമുക്കറിയാത്തൊരു സംഖ്യയും പിന്നെ 2. ഇതൊക്കെ കൂട്ടിയാൽ എന്ത് കിട്ടണം? ഒന്നുകിൽ 9 കിട്ടണം, അല്ലെങ്കിലോ 9ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഖ്യ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 3ഉം 1ഉം 4, 4ഉം 2ഉം 6. അപ്പോൾ നിലവിൽ ഇവിടെയുള്ള സംഖ്യകൾ കൂട്ടിയപ്പോൾ 6 കിട്ടി. ഒരു സംഖ്യ കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇതിലേതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കണം. 9ഓ അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമോ ആയിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. 6ഉം ആദ്യത്തെ ഓപ്ഷനായ 5 നോക്കാം. 6ഉം 5ഉം എത്രയാണ്? 11 ആണ്. അപ്പോൾ 11 9ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ 5 അല്ല. അതിനെ നമുക്ക് ഒഴിവാക്കാം. അടുത്ത നമുക്ക് 3 നോക്കാം. 6ഉം 3ഉം എത്രയാണ്? 9 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? ഒന്നുകിൽ 9 കിട്ടണം, അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമായിട്ടുള്ളത് കിട്ടണം. അപ്പോൾ ഇവിടെ 9 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ലഭിക്കും? 3ഉം 1ഉം 4, 4ഉം 3ഉം 7, 7ഉം 2ഉം 9 ലഭിക്കും. ഓക്കെ, അവിടെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതവിടെ വെക്കാം. ഇനി 9 വന്നാലോ? 3 അല്ല, ഇവിടെ 9 ആണ് വരുന്നതെങ്കിൽ
3 1 4, 4 9 എത്രയാണ്? 13, 13 6 19 ഇപ്പം 19 9ൻ്റെ ഗുണിതം അല്ല. അപ്പോൾ അതും നമുക്ക് വേണ്ട. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 9 ആണെങ്കിൽ ഇവിടെ 9 വന്നു കഴിഞ്ഞാൽ എത്രയാകും? മറ്റുള്ളവയൊക്കെ കൂട്ടിയാൽ 6 ആയിരുന്നു. 6ൻ്റെ കൂടെ 9 കൂടി കൂട്ടിയാൽ നമുക്ക് 15 കിട്ടുക. അപ്പോൾ അതും പറ്റില്ല. 9 നമുക്ക് പറ്റില്ല. ഇനി 9 അല്ല 4 വരുന്നതെങ്കിലോ? ഓൾറെഡി ഇവിടെ 6 അതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ 10 10 അതും 9ൻ്റെ ഗുണിതമല്ല. അതും നമുക്ക് പറ്റില്ല. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള സംഖ്യ? 3 3132 സംഖ്യ. അപ്പോൾ അതിൻ്റെ അക്കങ്ങൾ നമുക്ക് കൂട്ടി നോക്കാം. 3 1 4 4 3 7 7 2 9. ഓക്കെ, അപ്പോൾ അക്കങ്ങളുടെ തുക 9 അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെയാണ് 3ൻ്റെ ഗുണിതം കണ്ടെത്താൻ. അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? ഒന്നുകിൽ 3 ആയിരിക്കണം, അല്ലെങ്കിലോ അതിൻ്റെ ഗുണിതങ്ങളായിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി 2ൻ്റെതാണെങ്കിലോ ഇരട്ട സംഖ്യകളാണ്. മറ്റുള്ളതൊന്നും നമുക്ക് അത്തരത്തിൽ ചോദിക്കാറില്ല. 9ൻ്റെതിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ പകുതിയോട് 10 കൂട്ടിയപ്പോൾ 30 ലഭിച്ചു എങ്കിൽ ആ സംഖ്യ ഏതാണ്? ഓക്കെ, എന്താണ്? ഏതോ ഒരു സംഖ്യയുണ്ട്, അതിൻ്റെ പകുതിയോട് 10 കൂട്ടിയപ്പോൾ 30 ലഭിച്ചു. അപ്പോൾ ഒരു പകുതിയോട് 10 കൂട്ടി 30 ലഭിച്ചു. അപ്പോൾ ഏത് സംഖ്യയോട് 10 കൂട്ടിയാലാണ് 30 ലഭിക്കുക? 20 അല്ലേ? അപ്പോൾ 20ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ നമുക്ക് 30 കിട്ടി. അപ്പോൾ പകുതി എത്രയാണെന്ന് മനസ്സിലായി സംഖ്യയുടെ? 20 അങ്ങനെയെങ്കിൽ മറുപകുതി എത്രയായിരിക്കും? 20. അപ്പോൾ സംഖ്യ എത്രയായിരിക്കും? 40 അല്ലേ? സിമ്പിളാണ്. 40, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം. 3 നോട്ട് ബുക്കിന് 45 രൂപയാണെങ്കിൽ 120 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാം? 3 നോട്ട് ബുക്കുകൾക്ക് 45 രൂപ. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? 120 രൂപയ്ക്ക് നമുക്ക് എത്ര നോട്ട് ബുക്കുകളാണ് ലഭിക്കുക? ഇവിടെ നമുക്ക് 3 നോട്ട് ബുക്കിന് 45 ആയതുകൊണ്ട് ഒരു നോട്ട് ബുക്കിന് എത്രയാണെന്ന് കണ്ടെത്തിക്കൂടെ? 45ന് 3 കൊണ്ട് ഹരിച്ചാൽ മതി. ഹരിക്കാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എന്നാലും നമുക്ക് ഹരിച്ച് നോക്കാം. ഒരു 3 1 ബാക്കി 5നെ താഴെ ഇറക്കിയിട്ടു. 15ൽ 5 3 5 15. ഓക്കെ, ഉത്തരം എത്രയാണ്? ഒരു നോട്ടിന് 15. ഇത് ചെയ്യാൻ ഹരിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യയാണല്ലേ. എന്നാലും പോട്ടെ, 15. അങ്ങനെയാണെങ്കിൽ 120 രൂപയ്ക്ക് എത്ര നോട്ടുകൾ, 15 രൂപയുടെ എത്ര നോട്ടുകൾ കിട്ടുമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? 120ൽ എത്ര 15കൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ എത്രയുണ്ട്? 30ൽ നമുക്ക് 2 15. അങ്ങനെ 60ൽ നമുക്ക് എത്ര കിട്ടും? 4 15. 60ൽ 4 ആണെങ്കിൽ 120ൽ എത്രയുണ്ട്? 8 15കളാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഉത്തരം? 120 രൂപയ്ക്ക് 8 നോട്ടുകളാണ് വാങ്ങാൻ സാധിക്കുക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. രാജുവിൻ്റെ പക്കൽ കുറച്ച് മിഠായികൾ ഉണ്ടായിരുന്നു. പകുതി അവൻ അനിയന് കൊടുത്തു. ബാക്കി വന്നതിൽ നിന്ന് 2 എണ്ണം അവൻ കഴിച്ചു. ഇപ്പോൾ 8 മിഠായികൾ ബാക്കിയുണ്ടെങ്കിൽ ആദ്യം എത്ര മിഠായി ഉണ്ടായിരുന്നു? ഇപ്പോൾ രാജുവിൻ്റെ പക്കൽ എത്ര മിഠായികളാണെന്നുള്ളതിന് നമുക്ക് ഉത്തരമില്ല, പക്ഷെ നമ്മൾ കണ്ടെത്താൻ സാധിക്കും. പകുതി അവൻ അനിയന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു പകുതിയുടെ അനിയന് കൊടുത്തു കഴിഞ്ഞു. ഒരു പകുതി അപ്പോൾ ആരുടെ കയ്യിലാണ്? രാജുവിൻ്റെ പക്കൽ. പകുതി വന്നതിൽ നിന്ന്, അതായത് ബാക്കി വന്നതിൽ നിന്ന് 2 എണ്ണം അവൻ കഴിച്ചു. അപ്പോൾ 2 എണ്ണം കഴിച്ചു കഴിഞ്ഞു. ബാക്കി എത്ര എണ്ണമുണ്ട്? 8 എണ്ണമുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ ആകെ എത്ര മിഠായികളാണുള്ളത്? 8 എണ്ണം ഇപ്പോൾ കയ്യിലുണ്ട്. 2 എണ്ണം അവൻ കഴിക്കുകയും ചെയ്യും. ആകെ എത്ര മിഠായികളാണ് രാജുവിന് ലഭിച്ചത്? 10. പകുതിയല്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യയുടെ പകുതിയാണ് 10. അപ്പോൾ അനിയത്തിക്ക് കൊടുത്ത അത്ര തന്നെയാണ് അവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അനിയത്തിക്ക് കൊടുത്തത് എത്രയാണ്? 10. അപ്പോൾ ആകെ എത്രയാണ്? 10ൻ്റെ ഇരട്ടി 20. ശരിയല്ലേ? നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. ആകെ 20 മിഠായി ഉണ്ടായിരുന്നു. അതിൽ 10 എണ്ണം അനിയന് കൊടുത്തു. 10 എണ്ണം അവൻ്റെ കയ്യിലും ഉണ്ട്. അതിൽ 2 എണ്ണം അവൻ കഴിച്ചു. 10ൽ നിന്ന് 2 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 8. ശരിയാണ്. അപ്പോൾ ഉത്തരം എത്രയാണ്? 20 മിഠായികളാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സ്കൂളിൽ നിന്ന് 40 കുട്ടികളും 4 അധ്യാപകരും ചേർന്ന് പഠനയാത്ര പോയി.
ഒരാൾക്ക് 45 രൂപ നിരക്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടി 320 രൂപ ചെലവായെങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 40 കുട്ടികളുണ്ട്, 4 അധ്യാപകരുണ്ട്, ഒരാൾക്ക് 45 രൂപ നിരക്കിലാണ് പ്രഭാത ഭക്ഷണം. അപ്പോൾ ടോട്ടൽ 44 പേര് 45 രൂപ നിരക്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആകെ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. 4 5 20 2 4 4 16 2 18. ഓക്കെ, 4 5 20 ബാക്കി 2 4 4 16 2 18. 1980 രൂപയാണ് എന്തിനു വന്നത്? പ്രഭാത ഭക്ഷണത്തിന് വന്നിട്ടുള്ളത്. ഇനി ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടി എത്രയാണ്? 3200 രൂപയാണ് ചിലവായത്. എങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് നമ്മൾ കണ്ടെത്തണം. പ്രഭാത ഭക്ഷണത്തിന് ആകെ ചിലവായ തുക 1800 ആണ്. 1800 ആണോ? അല്ല, 1980 ആണ് നമ്മൾ കണ്ടെത്തിയത്. തെറ്റായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, പ്രഭാത ഭക്ഷണത്തേക്കാൾ 1220 രൂപ കൂടുതലാണ് ഉച്ചഭക്ഷണത്തിന് ചിലവായത്. ഉച്ചഭക്ഷണത്തിന് എത്ര രൂപയായിരുന്നു ചിലവായത്? 3200 ആണ്. പ്രഭാത ഭക്ഷണത്തിന് എത്രയാണ് ചിലവായത്? 1980 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ നമുക്കിവിടെ തന്നത് ശരിയാണോ എന്ന് കണ്ടെത്തിക്കൂടെ? ഓക്കെ, നമുക്കിവിടെ കുറച്ച് നോക്കാം. 10ൽ നിന്ന് 8 കുറച്ചാൽ 2 കിട്ടും. 11ൽ നിന്ന് 9 കുറച്ചാൽ 2 കിട്ടും. 2ൽ നിന്ന് 1 കുറച്ചു 1 കിട്ടും. 1220 അത് തന്നെയാണ് ഇവിടെ തന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ആകെ യാത്രക്കാരുടെ എണ്ണം 44 ആണ്. 40 കുട്ടികളും 4 അധ്യാപകരും 44. ശരി. അപ്പോൾ ഇവിടെ ശരിയായി വന്നത് ഏതൊക്കെയാണ്? 2, 3 എന്നിവ മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന 4 അക്ക സംഖ്യ 9ന്റെ ഗുണിതമാണ് എങ്കിൽ വിട്ടുപോയ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള അക്കം ഏതാണ്? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. അതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചത് എന്നും കമൻറ്റ് ചെയ്യണം. ഓക്കെ.